കോവിഡ് മഹാമാരി കാലത്ത് ലോകം വീടുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ ആളൊഴിഞ്ഞ നഗരവീഥികളിൽ വിശന്നു പൊരിഞ്ഞ പ്രാവുകൾക്ക് മുന്നിലേക്ക് സ്നേഹദൂതനായി കടന്നുവന്നയാളാണ് പയ്യന്നൂരിലെ കടല വിൽപ്പനക്കാരനായ PK നാരായണൻ. ഒരു ദിവസം പോലും മുടങ്ങാത്ത ചങ്ങാതിപ്രാവിൻ കൂട്ടത്തോടൊപ്പമുള്ള നാരായണന്റെ സ്നേഹക്കൂട്ട് ഇന്ന് പയ്യന്നൂർ നഗരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. കൊറോണ നിയന്ത്രണങ്ങൾ കാരണം ആളൊഴിഞ്ഞ നഗരവീഥികൾ, ഭക്ഷണം തേടി അലഞ്ഞ പ്രാവുകൾ. അന്നാണ് പയ്യന്നൂരിലെ കടല വിൽപ്പനക്കാരൻ PK നാരായണൻ അവയ്ക്ക് കടല വിതറി നൽകാൻ തുടങ്ങിയത്. അന്ന് തുടങ്ങിയ കരുതൽ ഇന്നും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ദിവസവും നാരായണൻ എത്തുന്ന സമയം കാത്തിരിക്കുന്ന പോലെ പ്രാവുകൾ കൂട്ടമായി പറന്നെത്തും. കടല വിതറുന്നതോടെ അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന പ്രാവുകൾ ചിലപ്പോൾ കൈകളിലും തോളിലും കയറി സ്നേഹം പ്രകടിപ്പിക്കുന്ന കാഴ്ചയും പതിവാണ്. ഞാൻ കടല വണ്ടി ഉന്തിയിട്ട് വരുമ്പം പ്രാവെല്ലാം പാറി വരും. എന്നിട്ട് അതിലേക്ക് തൂണിൻ്റെ മുകളിലും കബീൻ്റെ മുകളിലും ബിൽഡിങ്ങിൻ്റെ മുകളിലും ആദ്യം കയറി നിൽക്കും. ഞാൻ ചട്ടിക്ക് ഇങ്ങനെ മുട്ടുമ്പോൾ അതെല്ലാം പാറി താഴോട്ട് വരും. അന്നേരം ഞാനും ടാക്സി ഡ്രൈവർമാരും എല്ലാവരും കൂടി അതിന് പ്രാവിന് കടല കൊടുക്കും. ഞാൻ ആ സൗകര്യം പ്രാവുമായിട്ട് കോവിഡിന് മുമ്പേ ഇല്ലതാണ് ഈ സൗകര്യം. അപ്പോൾ നിങ്ങൾ ആ ശബ്ദം കേൾക്കുമ്പോൾ അത് നിങ്ങൾ കണ്ട ശബ്ദം കേൾക്കുമ്പോൾ വരില്ല. അതുവരെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഇത് മുട്ടുമ്പോൾ അത് ഇങ്ങോട്ട് താഴോട്ട് ചെയ്യും. ഇപ്പോൾ ഇടിയില്ല, പ്രാവിനെയും പേടിയില്ല. മറ്റ് വൈദ്യയാത്രക്കാരിലെ കൂടെ പോകുമ്പോൾ പേടിയില്ല. നമ്മൾ ആൾക്കാരെല്ലാം സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അതിന് ഒരു പേടിയുടെ കാര്യമില്ല. മനുഷ്യനും പക്ഷികളും തമ്മിലുള്ള വിശ്വാസത്തിന്റെയും കരുതലിന്റെയും മനോഹരമായ ഉദാഹരണമാണ് ഈ സൗഹൃദം. ഈ കാഴ്ച കാണാൻ ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൊറോണ കാലത്ത് ആരംഭിച്ച ഈ ചെറിയ നന്മ ഇന്ന് പയ്യന്നൂരിന്റെ ഹൃദയം കവരുന്ന ഒരു മനോഹര കാഴ്ചയായി മാറിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.